മലപ്പുറം തലപ്പാറ ദേശീയപാതയിലെ വിള്ളലുകൾ അടച്ചത് പരിശോധനയില്ലാതെ ടാറിന്റെ മിശ്രിതം കൊണ്ടാണ് വിള്ളലുകൾ അടച്ചത്. നടപടി ചോദ്യം ചെയ്ത് നാട്ടുകാർ രംഗത്ത് വന്നു. യൂൻസിന്റെ റിപ്പോർട്ടാണ്. മലപ്പുറം കൂരിയാട് ദേശീയപാത അപകടത്തിന് പിന്നാലെ മലപ്പുറത്ത് പലയിടത്തും ദേശീയപാതയിലെ റോഡുകളിൽ വിള്ളലുകൾ കണ്ടെത്തിയിരുന്നു. തലപ്പാറയിലും വിള്ളലുകൾ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ തലപ്പാറയിൽ ഉടൻ തന്നെ ദേശീയപാത ജീവനക്കാർ, റോഡ് അതോറിറ്റി ജീവനക്കാർ ഉടൻ തന്നെ ഒരു ടാറിന്റെ മിശ്രിതം ഉപയോഗിച്ച് അത് അടക്കുകയാണ് ഉണ്ടായത്. ഇത് നാട്ടുകാർ ചോദ്യം ചെയ്തു. നാട്ടുകാരോട് ചോദ്യം ചെയ്തപ്പോൾ ആ ദേശീയപാത ജീവനക്കാർ പറഞ്ഞത് ഇത് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി എന്നാണ്. അത് ചോദ്യം ചെയ്ത നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും അവിടെ സംബന്ധിച്ചത്? കാരണം ഒരു പരിശോധനയും കൂടാതെയാണ്, കാരണം ഒരു വിള്ളൽ കണ്ടെത്തി, പക്ഷെ ഒരു പരിശോധനയും കൂടാതെ അവർ പെട്ടെന്ന് വന്ന് ഒരു മിശ്രിതം ഉപയോഗിച്ച് അത് അടക്കുകയാണ് ഉണ്ടായത്. ഇത് എങ്ങനെയാണ് ശരിക്കും സംഭവം? ഇത് സംഭവം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അവിടെ ഒരു വിള്ളലുണ്ടായിരുന്നു. അപ്പൊ അന്ന് മുതൽ ഈ ഹൈവേ ഓപ്പൺ ആയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ KNRCയിലാണ് ഈ കമ്പനി ഈ വർക്ക് എടുക്കുന്നത്. അവരുടെ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. അങ്ങനെ അവർ വന്നിട്ട് അത് അന്ന് ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പാച്ച് വർക്ക് അവിടെ കാണാം. അപ്പൊ നമ്മളിത് കരുതിയത് താൽക്കാലികമായിട്ട് നടന്നൊരു പ്രതിഭാസമായിട്ട് നമുക്കത് തോന്നിയത്. പക്ഷെ അതേ സംദർഭം ഇപ്പൊ ഇന്നലെ ഒരു മഴ പെയ്തിട്ടു. ഇപ്പൊ ഈ പ്രദേശത്ത് ഇന്നലെ വൈകുന്നേരത്തിന് ശേഷമാണ് മഴ കനത്തിട്ടുള്ളൂ. ഇതുവരെ കാര്യമായിട്ട് മഴ ഒന്നുമില്ല. അപ്പൊ ഇന്നലെ ഈ വൈകുന്നേരത്തെ മഴയ്ക്ക് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ളത് അവിടുത്തെ റോഡ് സ്ട്രക്ചർ അടക്കം, അതിന്റെ ഫൗണ്ടേഷൻ അടക്കം താന്നുപോയ മാതിരിയാണ് അവിടുത്തെ സാഹചര്യം ഉള്ളത്. അത് നമുക്ക് അവിടെ കണ്ടാലറിയാം. അവിടുത്തെ സർവീസ് റോഡ് താന്നു പോയിട്ടുണ്ട്. അവിടെ ഒരു ഓവൽ ഷേപ്പിലേക്കൊക്കെ സർവീസ് റോഡ് പോയിട്ടുണ്ട്. അത്തരത്തില് റോഡിന്റെ നിർമ്മാണം, അതിന്റെ കൺസ്ട്രക്ഷൻ മൊത്തത്തിൽ ഫെയിലിയർ ആയിട്ടുള്ള രീതിയിലാണ് അവിടെ നടന്നിട്ടുള്ളത്. അത് ആര് വന്ന് പരിശോധിച്ചാലും അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അവിടെ നാട്ടുകാർ നിൽക്കുന്ന സമയത്താണ് ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ നിർമ്മാണ തൊഴിലാളികൾ വന്നിട്ട് ഒരു ഗമ്മുമായിട്ട് വന്നിട്ട് അവിടെ ഗമ്മു വയ്ക്കുന്നത്. അപ്പൊ നമ്മളത് ചോദ്യം ചെയ്തു, ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്. അപ്പൊ അവർക്ക് അതിന്റെ മറുപടി ഇല്ല. കാരണം എന്താ വെച്ചാൽ യാതൊരു പരിശോധനയോ ഒരു ചെക്കപ്പോ നടക്കാതെ ഒരു അതോറിറ്റിയും വന്ന് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിന് അവര് വന്നിട്ട് എന്ത് ചെയ്യാണ്, അത് കൺമറക്കാൻ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് മലപ്പുറം കളക്ടറേറ്റിൽ നടന്ന മീറ്റിംഗിൽ നാളെ ഒരു വിദഗ്ധ പരിശോധനയ്ക്ക് ആളുകൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് അവരുടെ കണ്ണ് ഓട്ടടക്കാൻ വേണ്ടി ഇവരിപ്പോ ചെയ്ത പുതിയൊരു പരിപാടിയാണ്. പക്ഷെ ഇതിന്റെ ബാക്കിൽ ഇനി വരാൻ പോകുന്നത് അതിലേറെ വലിയ ദുരന്തമായിരിക്കും. കാരണം നമ്മൾ ഒരു പരാതി പറഞ്ഞാൽ പോലും ഇവര് മുഖവിലക്കെടുക്കാത്തൊരു സാഹചര്യമാണ് നിലവിൽ ദേശീയപാതയിലുള്ളത്. വിള്ളലുകൾ കണ്ടെത്തിയ സാഹചര്യം, അവര് വന്ന് ആ മിശ്രിതം ഉപയോഗിച്ച് അത് അടക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ആ തൊഴിലാളികൾ എന്താണ്? അവരൊരു ഗുണ്ടാ സ്റ്റൈലിലായിരുന്നു അവരുടെ പ്രതികരണം ആദ്യം. പിന്നെ അവർ പറഞ്ഞത് നമ്മളോട് അതോറിറ്റിന്റെ ആളുകൾ പറഞ്ഞിട്ടാണ് ഞങ്ങളിത് ചെയ്യണത് എന്നാണ് അവർ പറയണത്. പക്ഷെ നാട്ടുകാരായിട്ടുള്ള പലരും ഇന്ന് ഇത് കണ്ടത് മുതൽ ആ മേഖലയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഉദ്യോഗസ്ഥനും അവിടെ വന്നുകൊണ്ട് ഒരു ശാസ്ത്രീയ പരിശോധന നടത്തുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ അറിഞ്ഞിട്ടുള്ളത് നാളെ വിദഗ്ധ പരിശോധന ഉണ്ട് എന്നാണ്. അപ്പൊ അതിനു മുമ്പ് അവരെന്ത് ചെയ്യാണ്, അവർ വന്നിട്ട് കേവലമായ ഒരു ഗമ്മെന്തോ ആണ് അതൊഴിച്ചിട്ട് അത് താൽക്കാലികമായിട്ടൊരു പരിഹാരം കാണുക എന്നതേ നമുക്ക് മനസ്സിലാക്കുന്നത്. ആ ഒരു വിള്ളലുള്ള ഭാഗത്ത് പ്രത്യേകിച്ച് ഒരു JCB കൊണ്ടുവന്ന് അത് കാണിക്കാത്ത രൂപത്തിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതെങ്ങനെയാണ്? അത് സർവീസ് റോഡ്, അത് ഈ ഹൈവേന്ന് ഒരു 5 അടി താഴത്താണ് ഇതിന്റെ സർവീസ് റോഡ് ഉള്ളത്. ഈ സർവീസ് റോഡിന്റെ ഭാഗത്ത് അതിനൊരു ഒരു സൈഡ് ഭിത്തി ഉണ്ട്. ആ ഭിത്തി കോൺക്രീറ്റ് ആണ്. ആ കോൺക്രീറ്റിന്റെ അവിടെ കറക്റ്റ് കണ്ടാൽ നമുക്കറിയാം ഒരു 5 ഇഞ്ചോളം താഴ്ന്നു പോയിട്ടുണ്ട്. അതൊന്ന് മൊത്തത്തിൽ ആ കൺസ്ട്രക്ഷൻ ഒരു ഇരുന്ന മാതിരിയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ആ ഭാഗം അറിയാതിരിക്കാൻ ഒരു വാഹനം വെച്ചിട്ട് അതിനെ